സർക്കാരിന്റെ ഏറ്റവും പ്രധാന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. അതിൽ അവർ ഉയർത്തിക്കാണിച്ച ഒരു കാര്യമാണ് KSRTCയുടെ ദുരിതങ്ങൾ അവസാനിച്ചു. ഈ ഒരു സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം നേട്ടങ്ങൾ KSRTCയിൽ ഉണ്ടായെന്ന്. പക്ഷേ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി KSRTCയിൽ നിയമനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് PSC പറയുന്നത്. അപ്പോൾ PSCയും മന്ത്രിയെയും സർക്കാരിനെയും ചതിക്കുന്ന ഒരു നിലപാടിലേക്കാണോ വരുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം മുന്നോടിയായി ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുമ്പോൾ അല്ല, മന്ത്രി എന്തെല്ലാം തള്ളായിരുന്നു തള്ളിയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, LDF സർക്കാരിൻ്റെ ഒരു പത്രികയുണ്ട്. ആ പത്രികയിൽ കാണിക്കുന്നത് കേരളത്തിൽ PSCയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുകൾ കൊടുത്തൊരു സർക്കാർ ആരാണെന്ന് ചോദിച്ചപ്പം അവർ പറയുന്നത് LDF സർക്കാരാണ്, അല്ലാതെ വേറെ ആരും തൊഴിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ PSC അതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് PSCയിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ കണക്കനുസരിച്ച് ഈ വിവരാവകാശ രേഖ 2016 മെയ് 25 ശേഷം 2026 ജനുവരി 31 വരെയുള്ള ഈ രേഖ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ KSRTCയിൽ PSC നിയമനങ്ങൾ നടന്നിട്ടില്ല. വിവരാവകാശ രേഖ 2016 മെയ് 25 ശേഷം 2026 ജനുവരി 31 വരെ റിസർവ് ഡ്രൈവർമാർ ഉൾപ്പെടെ 6 തസ്തികയിലേക്ക് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും നിയമനം നടത്തിയിട്ടില്ല. ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ 2017 2021 വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. സ്റ്റോർ ഇഷ്യൂവർ തസ്തികയിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും പരീക്ഷ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് പരീക്ഷ 2-3 എണ്ണം എടുത്ത് 3-4 പേർക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ ആരെയും ഇതുവരെ എടുത്തിട്ടില്ല. അത് കേരള PSC വരെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഗതാഗത മന്ത്രി ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഗതാഗത മന്ത്രിയുടെ ഒരു തള്ളു കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നേ വരെ ആരും PSC വഴി ജോലി കൊടുക്കാത്ത രീതിയിലാണ് ഇവിടെ KSRTC ജോലി കൊടുത്തിട്ടുള്ളത്. KSRTC അത്ര കണ്ടങ്ങ് വിപുലീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മറ്റൊരു കണക്ക് പറയുന്നത് UDF ഭരണകാലത്ത് കൊടുത്തത് 14,034 ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തിയത്. ഇവിടെ ഇത്രയും വർഷമായിട്ട് 10 കൊല്ലമായിട്ട് ഒരു PSC നിയമനം പോലും KSRTC വഴി നൽകാത്ത സാഹചര്യത്തിൽ UDFന്റെ ഭരണകാലത്ത് നൽകിയത് 14,034 ഒഴിവുകളാണ്. അത് നടന്നത് 2011 മുതൽ 2015 വരെയാണ് നടന്നത്. കൃത്യമായിട്ട് കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസർവ് കണ്ടക്ടറിലേക്ക് 9,300, റിസർവ് ഡ്രൈവറിലേക്ക് 3,974, ജൂനിയർ അസിസ്റ്റന്റ് 667, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ 48, സ്റ്റോർ ഇഷ്യൂർ 45 എന്നിങ്ങനെയാണ് കണക്കുകൾ. കൃത്യമായിട്ട് കണക്കുമുണ്ട്. ഈ കണക്ക് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ PSCയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ അതിന്റെ ചെയർമാനായിട്ടുള്ള RS ശിവകുമാറാണ് PSC വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിനാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. നിയമനം നടത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PSC വഴി ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് നടത്തുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് KSRTC ആണ്. ഇപ്പോ KSRTCക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ എന്താണ്? ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ ഊരിപ്പോകുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തിപ്പോകുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ സൃഷ്ടിക്കുന്ന ഒരു വാഹനമായിട്ട് KSRTC മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പിൻവാതിൽ നിയമനങ്ങൾ വഴി സ്വന്തം ഇഷ്ടക്കാർക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടായതുകൊണ്ടാണ്. അതായത് കഴിവില്ലാത്തവന്മാരെ പിടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ കൊടുക്കുമ്പോൾ ഇവന്മാർ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കും, ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കും, ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്ന് ഇടിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, KSRTCയിൽ കൃത്യമായിട്ട് വർക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഓവർ ടൈമാണ് കൊടുക്കുന്നത്. ഈ ഡ്രൈവർമാർക്കാണെങ്കിൽ പോലും ഓവർ ടൈം കൊടുത്ത് അവര് ക്ഷീണവും മറ്റു ടെൻഷനുമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് വാഹനം, അതായത് KSRTC ബസ്സിന്റെ ടയർ കയറി ഒരാൾ മരിച്ചു. അയാളുടെ തലച്ചോറ് വെളിയിൽ വന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇടയ്ക്ക് തന്നെ KSRTC ബസ് റോഡിൽ കിടന്ന് കത്തുകയാണ്. ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു പരിചയക്കുറവാണ്. ഈ KSRTC ഡ്രൈവർ ഇത്തരം തസ്തികയിലേക്ക് പരിചയസമ്പന്നരായ ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നതൊരു, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം PSCക്കാണുള്ളത്. അപ്പോൾ ആ PSC വഴി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതിയും, അതേപോലെ പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഈ പരിചയ സമ്പത്തൊന്നുമല്ല, ഇഷ്ടപ്രിയർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരുന്നത്. പാർട്ടിക്കാർക്കാണ് കൊടുക്കുന്നത്. KSRTCയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന പകുതി ആളുകളും പാർട്ടിക്കാരാണ്. ഇവിടുത്തെ പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു തസ്തിക ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉള്ളത്.
ഇപ്പൊ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ KSRTCക്ക് ഒരു മന്ത്രി ഉണ്ടല്ലോ, തീർച്ചയായും പത്തനാപുരത്ത് നിന്നൊരു മന്ത്രി KB ഗണേഷ് കുമാർ. മന്ത്രി. അദ്ദേഹത്തിന്റെ സ്വന്തം ഡിപ്പോ അദ്ദേഹം കണ്ടിട്ടുണ്ടോ? അവിടോട്ടൊന്ന് കയറി ചെന്ന് നോക്കണം. എന്താണ് യഥാർത്ഥ KSRTC എന്ന് കാണണമെങ്കിൽ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് KSRTC മാറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ തന്നെ ഇപ്പോ നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടും മലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ കുറച്ചിട്ട് കൂടുതലും ഇത്തരത്തിലുള്ള ഡീസൽ വാഹനങ്ങൾ തന്നെയാണ് വീണ്ടും ഓടിക്കുന്നത്. അതായത് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളുകളില്ല. പിന്നെ അദ്ദേഹം ഓരോ ബസ്സുകൾ കൊണ്ടുവന്നിട്ട് ഓരോ ബസ്സിന്റെയും, ഈ ബസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബസ്സിന്റെ ചെയിൻ നമ്പർ ഇന്നതാണ്, ഈ ബസ്സിന് 4 വീലുകളുണ്ട്, ഈ ബസ്സിന് സ്റ്റിയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബസ്സിനെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുമല്ലോ. ബസ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. ബസ്സിനെക്കാട്ടിലും ഇപ്പോ KSRTC കട്ടപ്പുറത്തിരുന്നു കഴിഞ്ഞ ഇതിന്റെ മുൻകാലത്തുണ്ടായിരുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. പക്ഷെ KB ഗണേഷ് കുമാർ കയറിയിട്ട് ഇനിയിപ്പോ PSC വഴി നമുക്കറിയാം ഒരു നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ കാലതാമസം ഉണ്ടാവും. ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് ഞങ്ങൾ ജോലി നൽകി. അത് ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്, അറിയില്ല. എന്തായാലും KSRTC എല്ലായിടത്തേക്കും ഓടണം. അല്ല, അവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ LDF പത്രികയില് കഴിഞ്ഞ 10 വർഷം കറണ്ട് ഇല്ലാത്ത, 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് 2-മോ 3-മോ വരുന്ന ഒരു സാധനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ കൊടുത്ത പാർട്ടി LDF സർക്കാർ. എന്തിനാണ് ഈ ടാഗ്? ഈ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനിടെ ഒരെണ്ണമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരു PSC എക്സാം വഴി ഒരാളെയെങ്കിലും KSRTCയിലേക്ക് എടുത്തിട്ടുണ്ടോ? എന്നിട്ടാണ് ഇവർ ഈ തള്ളു പറയുന്നത്. KSRTCയിലെ അത്തരം ഒഴിവുകൾ ഇവർ രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കും. കാരണം അത് ശുപാർശ നൽകുന്നതാണ്. നമ്മുടെ സർക്കാർ വകുപ്പിൽ നിന്നാണ് PSCക്ക് ശുപാർശ നൽകുന്നത്. ആ ശുപാർശയ്ക്ക് അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ ശുപാർശ കൊടുക്കേണ്ടത്. ആ വകുപ്പിന്റെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ആ ഉദ്യോഗം ആരാണോ ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ് ആ ഒരു ശുപാർശ നൽകേണ്ടത്. പിന്നെ എന്തിനാണ് അതിനകത്തൊരു മന്ത്രി? ആ ഒരു ശുപാർശ അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി? അല്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തേക്ക് വരുമെന്ന് KB ഗണേഷ് കുമാർ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് വിവരാകാശ വകുപ്പിന്റെ ഗണേഷ് കുമാറിന്റെ തലയിൽ ഇപ്പൊ ഇടുത്തി വീണ് നിൽക്കുക. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ സമയം വളരെ മോശമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ എത്ര വിവാദങ്ങളാണ്. 5000 പ്രണയങ്ങൾ, അതേപോലെ തന്നെ മറ്റെന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഇപ്പൊ NSL നിന്ന് പുറത്താക്കുന്ന സാഹചര്യം. NSL നിന്ന് പുറത്താക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പൈസ നിന്നിട്ട് കുറെ നക്കികളുണ്ട്, എനിക്ക് കാല് വരാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പൈസ നിന്നിട്ട് വളർന്നു വന്ന കുറെ നക്കികളുണ്ട്, അങ്ങനെ കുറച്ച് നായന്മാരെ അദ്ദേഹം വളരെ മോശമായിട്ട് പറഞ്ഞു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, പത്മ കഫേ എന്ന് പറയുന്നത്. അതായത് NSSന്റെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി ഓഫീസൊക്കെ ആയിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് ഒരു 50 ലക്ഷത്തിന് തീർക്കേണ്ട പരിപാടി അദ്ദേഹം ഒരു 4-4.5 കോടി തീർത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് NSSലെ മറ്റുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് സാർ ഇതെങ്ങനെയാണ് ഇത്രയും പൈസ ആയത്? അതൊന്നും നീ അറിയണ്ട, അതിൻ്റെ ഒന്നും വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ലോ എന്ന് ചോദിച്ച് അവർ പറഞ്ഞു. സുമാര നേരത്ത് പോയിട്ട് പറഞ്ഞു, പറ്റത്തില്ല, ഇനിയും ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യ, ഒന്ന് നിർത്തി തരണം. അപ്പോഴേ പുള്ളി എന്നാ മോനെ നീ പൊക്കോ എന്ന് പറഞ്ഞ് ടാറ്റ കൊടുത്ത് വിട്ടു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും പത്തനാപുരത്ത് പ്രതിഫലിക്കും. അപ്പോൾ എത്ര വിവാദങ്ങളാണ്. അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PSC കൂടെ അദ്ദേഹത്തിനെ ചതിച്ചിരിക്കുകയാണ്. അത് PSCയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ KSRTCയിൽ ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. അപ്പോൾ മന്ത്രിക്കും അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അല്ല, PSCയുടെ തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ നമുക്കറിയാം. അത് പാർട്ടി സ്വാധീനത്തിലാണ് PSC ചെയർമാനെ പോലും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ് PSC ചെയർമാന് കൊടുത്ത ഒരു വേതനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു IAS ഓഫീസറെക്കാട്ടിൽ മുകളിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അങ്ങനെ ഒരു കണക്ക് പ്രകാരം ഒരു ശമ്പളം കൊടുക്കുന്നത്, വേതനം കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു PSCയും ഗതാഗത വകുപ്പും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു എഗ്രിമെന്റ് ആയിരിക്കാം പാർട്ടി പ്രവർത്തകർക്ക് ഒരു ഉദ്യോഗം എന്ന രീതിയിൽ ഗതാഗതത്തെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ തന്നെ മാറ്റുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പിട്ട് KSRTCയിൽ പിൻവാതിൽ വഴി നിയമനം കൊടുത്ത ആളുകളുടെ എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ വലിയൊരു എണ്ണം വരും. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അനുസരിച്ച് ഇപ്പോൾ എൻ്റെയൊക്കെ ഡിപ്പ് വരുന്നത് പത്തനാപുരം, കൊട്ടാരക്കര അതിൻ്റെ അടുത്താണ്. ഈ അടുത്തുള്ള അതായത് പുനലൂർ, പത്തനാപുരം, അടൂർ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ജോലി കൊടുത്തിട്ടുള്ള കൂടുതലും ആളുകൾ പത്തനാപുരത്ത് നിന്നുള്ള ആളുകളാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്കും കൃത്യമായിട്ട് ആളുകളെ കണ്ടെത്തി അവർക്ക് ജോലി കൊടുക്കുന്നൊരു എന്ത് നല്ല മന്ത്രി. KSRTCയിലൊക്കെ ആളുകൾക്ക് അങ്ങോട്ട് വിളിച്ച് ജോലി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ജോലി കൊടുക്കാൻ പോകുന്ന ആളുകൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അതായത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇവർ ജോലിക്ക് പോകുന്നത്.
ഈ ജോലി എന്ന് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി തീരും. വെറും 2 മാസക്കാലത്തേക്ക് അങ്ങോട്ട് 10,000, 10,000, 25,000 രൂപ കൊടുത്തിട്ടാണ് ഈ ആളുകൾ ജോലിക്ക് പോകുന്നത്. അത് സർക്കാരിന് പൈസ കൊടുക്കണം, അതുകൂടാതെ കേരള കോൺഗ്രസ് പിക്ക് പൈസ കൊടുക്കണം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വാമൊഴിയാണ്. ഇപ്പം ഗണേഷ് കുമാറിന്റെ 5000 പ്രണയങ്ങളാണെങ്കിൽ പോലും വാമൊഴിയായിട്ട് നമ്മൾ കേട്ട് വന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ PSC നിയമനങ്ങളിൽ KSRTCയിൽ സംഭവിച്ച ഈ പിഴവ് അത് മന്ത്രിയുടെ തലയിൽ ഇടുത്തിയായിട്ട് വന്ന് വീഴുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇനി PSCക്കാരെല്ലാം കൂടെ സമരം ചെയ്യാൻ വേണ്ടി പത്തനാപുരത്തേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കി. അല്ല, എന്തായാലും KP ഗണേഷ് കുമാർ ഇതിനോട് പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം, ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സ്ഥിതിക്ക്.